ഈ ഒരു പെണ്ണിനെ ഈ ഒരു വലിയ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ളത്. അവളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് അവളുടെ ഹസ്ബൻഡ് ഒരു സൈക്കോ ആണെന്നുള്ളത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ അവൻ അവളെ പല വിധത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം അവളുടെ ചേട്ടൻ അവളെ കാണാൻ വന്നതും പെങ്ങൾ ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്ന് അവൻക്ക് കുടിക്കാൻ കൊടുത്തപ്പോഴാണ് പെങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇഞ്ചുറീസ് ഒക്കെ ആങ്ങളെ നോട്ടീസ് ചെയ്യുന്നത്. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിലോ ഭയങ്കര സ്നേഹത്തോടെ നല്ല രീതിയിൽ കാഷ്വലായിട്ടാണ് അവനോട് ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ സഹോദരൻ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടങ്ങി അവന്റെ ഉപദ്രവങ്ങളെ. അവളുടെ ഡ്രസ്സ് അയലിലിടുന്ന ടൈമിൽ വന്ന് ആങ്ങളെ വന്നതിനുള്ള ദേഷ്യത്തിന് ചൂടായ ചായ അവളുടെ മുഖത്ത് അവളോട് ദേഷ്യത്തോടെ പെരുമാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തന്റെ പെങ്ങളൊട്ടും ഹാപ്പി അല്ലെന്ന് മനസ്സിലാക്കിയ ആങ്ങള ആരും അറിയാതെ നൈറ്റിൽ അവളുടെ വീട്ടിൽ വന്നിട്ട് അവൾക്കൊരു റിമോട്ട് കൊടുത്തിട്ട് നിനക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയാണെങ്കിൽ ഈ റിമോട്ടിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഉടനെ ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് അവൻ പോകുക. ആ വീടിന്റെ മുകളിലായിട്ട് ഈ ബ്രദർ ഒരു റെഡ് ബൾബ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ ഹസ്ബൻഡ് അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അടിച്ചവളെ ഒരു പരിവമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അവൾക്ക് ആ ബ്രദർ കൊടുത്ത റിമോട്ടിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ വേഗം ഓടിപ്പോയിട്ട് അതെടുത്ത് വന്നിട്ട് പ്രസ് ചെയ്ത് റെഡ് ബൾബ് കത്തുകയും ചെയ്തു. അപ്പോഴേക്കും ഈ ഹസ്ബൻഡ് അക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. വൈകാതെ അവളുടെ ബ്രദർ അവിടെ എത്തുകയും ഈ സൈക്കോയ ഹസ്ബൻഡിനെ ഇടിച്ച് തെറിപ്പിക്കുകയും അവന്റെ സിസ്റ്ററിനെ ആ സൈക്കോയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു.